ഞാൻ നിങ്ങളൊരു ക്ലിപ്പ് കാണിക്കാം. ആ ക്ലിപ്പില് ഏറ്റവും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വിഷയം എന്താന്ന് വെച്ചെങ്കിൽ ഒരു കുഞ്ഞു വാവൻ കൂടെ ഈ ഒരു സംഭവത്തിൽ ഉണ്ട്. ഒരു ചേച്ചി ആ സ്പോട്ടിൽ തന്നെ മരിച്ചിട്ടുണ്ട്. ഒരു ചേച്ചിന്റെ അവസ്ഥ ഭയങ്കര ഗുരുതരാണ്. സംഭവം നടത്തുന്നത് തിരുവനന്തപുരത്താണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏറ്റവും വലിയൊരു അനാസ്ഥ അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് ഇവിടെ ഈ പണിയൊക്കെ എടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു തകരാറാണ്. അത് കാര്യത്തിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നോക്കി നോക്കാം. ആദ്യം ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനി നോക്കാം, നിങ്ങൾ കണ്ടില്ലേ ഈ സാധനം, ഈ ഒരു ഡിവൈഡർ നിൽക്കുന്നത് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ബോട്ടം ഭാഗം ഭയങ്കര സ്ലോപ്പായിട്ട്, അതായത് ഒരു ഇരുചക്ര വാഹനം അതിന്റെ മേലെ ടയർ കയറി കഴിഞ്ഞാൽ നേരെ കയറി, അതും കുറച്ച് സ്പീഡിലേക്ക് വരുന്ന വണ്ടിയാണെങ്കിൽ നേരെ അപ്പുറത്തേക്ക് തന്നെ വീഴുള്ളൂ. അതല്ലാതെ ആ വണ്ടി അവിടെ തട്ടിയിട്ട് ഈ ബ്രിഡ്ജിന്റെ മേലെ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ വീഴാൻ ചാൻസ് വളരെ കുറവാണ്. ഒരു ബൈക്ക് യാത്രക്കാരന് നേരെ സ്പീഡിലേക്ക് ഒന്ന് കയറുന്നത് അങ്ങനെ സംഭവിച്ചു. ഇനി നേരെ തിരിച്ചൊരു ഓട്ടോറിക്ഷ, അതല്ലെങ്കിൽ ബസ്സോ ലോറിയോ അല്ലെങ്കിൽ കാറോ എന്താണെങ്കിലും ഇങ്ങനെ സംഭവിക്കൂല. അപ്പൊ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോയി അപ്പുറത്ത് പോയി എയറിലായിക്കോട്ടെ അവരെ പറന്നോട്ടെന്ന് വിചാരിച്ചിട്ടുള്ള എമ്മാതിരി ഓരോ പണിയൊക്കെ എടുത്ത് വെക്കുന്നത്. നിങ്ങൾ ഈ ഡിവൈഡറിന്റെ ഫിക്സർ ഒന്ന് നോക്കുക. ഇത് ആരെ പോരായ്മയാണ്. അത് ഈ വണ്ടി ഓടിച്ച ആ സ്ത്രീകളുടെ പോരായ്മല്ല, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടിച്ച് തെറിപ്പിച്ചിട്ടതല്ല. ഡിവൈഡറുമ്പോ കയറിങ്ങാണ്ട് തെറിച്ച് വീണതാണ്. ഇതിപ്പോ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ഡിവൈഡർ, ഓക്കെ, ഒരു ബ്രിഡ്ജിന്റെ മേലുള്ള ഡിവൈഡറാണ്. ഏകദേശം ഒരു 10-20 അടിന്റെ അടുത്തോളം അതില് താഴ്ചയുണ്ട്. അപ്പം ഒരാളുടെ തോളറ്റെങ്കിലും നമ്മളത് കെട്ടി വെക്കണ്ട. കേരളത്തിൽ എങ്ങനെ ഈ ബ്രിഡ്ജിന്റെ മേലേക്ക് എങ്ങനെ ഈ തോളറ്റുള്ള എന്താ പറയാ ഈ ഡിവൈഡർ, അതല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ സൈഡിൽ ഉണ്ടാവുന്ന ഒരു മതില് വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ ഇങ്ങനെയുള്ള ഈ വലിയ ഡിവൈഡർ ആയിരിക്കും ഒരാളുടെ പൊക്കത്തിൽ, അല്ലെങ്കിൽ ഒരാളുടെ തോളിന്റെ പൊക്കത്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇത് അങ്ങനെ ഒന്നല്ല. ഇത് വെറുതെ ആർക്കോ വേണ്ടി കണ്ട് കണ്ണ് പൊടിയിടാൻ വേണ്ടി കണ്ട് കുറെയൊക്കെ നക്കി മുക്കിയും തുടച്ചൊക്കെ മുക്കി വലിച്ചതിന്റെ ശേഷം ബാക്കി എന്തൊക്കെയോ തട്ടിക്കൂട്ട് പരിപാടികൾ എടുത്ത് വെക്കണതാണ്. ഇതിലിപ്പോ ആരെ കുറ്റം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടി ഓടിച്ച ആളുടെ പ്രശ്നമല്ല, ഇനി ആരെങ്കിലും ഇടിച്ചു തെറിപ്പിച്ചതാണോ അതുമല്ല, പിന്നെ ആരുതാണ് പ്രശ്നം? ഒരു ഇത്തിരി നേരത്തെ അശ്രദ്ധ അത് ഏത് മനുഷ്യർക്ക് വേണമെങ്കിലും പറ്റാം. ആ അശ്രദ്ധനെ കൊണ്ട് ഒരാളുടെ ലൈഫ് തന്നെ പോയി പോവാന്നൊക്കെ പറയുമ്പോൾ അത് അയാളുടെ പ്രശ്നമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പടച്ച് ഉണ്ടാക്കി വെക്കുന്ന ആളുകൾ എന്ത് പറയണോ, നിങ്ങൾ ജസ്റ്റ് ഈ ദൃശ്യങ്ങൾ മാത്രം ഒന്ന് നോക്കിയാൽ മതി. നൈസായിട്ട് വീഴുക. ഇതിലൊക്കെ ഉണ്ടല്ലോ പോരായ്മകൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും ഇവിടെ ആരുമില്ല. ഇതല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത് വേറെ എന്തെങ്കിലും ഒരു കേസോ എന്താ പറയാ, ഇനിയിപ്പം ഒരു ലോറി ആണെങ്കിൽ ഈ മതിലുമ്മൽ ഇടിച്ചെന്ന് വെക്കുക. ആ ലോറി ഇടിച്ചു കഴിഞ്ഞാല് ചിലപ്പോ മതില് പൊളിയും. അതേപോലെ തന്നെ ആ മതില് പൊളിഞ്ഞതിന്റെ ശേഷം ഡിവൈഡർ തകർന്നിട്ട് ചിലപ്പോ താഴോട്ട് വെക്കും. ഇനിയിപ്പോ കാർ ഓട്ടോറിക്ഷ എന്താണെന്നുണ്ടെങ്കിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ സംഭവിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതുപോലെ പല അപകടങ്ങളും എന്നും നടക്കുന്നത് അത് ചില ആളുകളുടെ ശ്രദ്ധ കുറവിനെ കൊണ്ടുണ്ടായിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്താ പറയാ വേറെ പല രീതിയിലും എന്താ അപകടങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാരുടെ സ്ഥിതിയല്ലേ. മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പക്കായിട്ട് ഇങ്ങനെ ഈ ചിപ്പ്, ഇപ്പം AI ചിപ്പുമാരൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോണ ആളുകളൊന്നുമല്ലല്ലോ. അവര് ഈ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ അപകടങ്ങളൊക്കെ എപ്പോഴും പറ്റും. അങ്ങനെ ഈ അപകട സാധ്യതകൾ കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഡിവൈഡേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ.